പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാതെ ഇനി തുടർഭരണമില്ല എന്ന് തോന്നിയപ്പോൾ 4.5 കൊല്ലം ഇല്ലാതിരുന്ന ഓഫറുകൾ നിരത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. ക്ഷേമ പെൻഷൻ, ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ എന്നിങ്ങനെ ഈ സർക്കാരിനെതിരെ വാളെടുത്തിട്ടുള്ള എല്ലാ വിഭാഗക്കാരെയും മൊത്തത്തിൽ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നത്. പക്ഷെ ഇവിടെ സണ്ണി ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭരണം കയ്യിന്ന് പോകുമെന്ന തോന്നലുണ്ടായ നിമിഷം മുഖ്യൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെറും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ചെയ്തു കൂട്ടുന്നത്. കാരണം പ്രകടന പത്രികയിൽ പറഞ്ഞ പല കാര്യങ്ങളും നിറവേറ്റിയതാണ് മുഖ്യന്റെ പോക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനങ്ങളൊന്നും പച്ചവെള്ളം തൊട്ട് വിശ്വസിക്കേണ്ട. കഴിഞ്ഞ തവണത്തെ പ്രകടന പത്രികയിൽ റബ്ബർ കർഷകരുടെയൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇത്തവണ അതെല്ലാം ഒഴിവാക്കിയാണ് ഗംഭീര പ്രഖ്യാപനം നടത്തിയത്. നവകേരള സദസ്സ് എന്തിനായിരുന്നുവെന്ന് ചോദിച്ചാൽ മുഖ്യന് ഇന്നും ഉത്തരമില്ല. അന്ന് റബ്ബർ കർഷകരുടെ കാര്യം പറഞ്ഞപ്പോൾ അതിവിടെ സംസാരിക്കേണ്ട വിഷയമല്ല എന്നാണ് മുഖ്യൻ പ്രതികരിച്ചത്. അതായത് നിലവിലെ യഥാർത്ഥ പ്രശ്നത്തെ പരിഹരിക്കാതെ കുറച്ച് എന്തൊക്കെയോ ചെയ്തു കൂട്ടി താൽക്കാലികമുള്ള തടിതപ്പലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. ധനമന്ത്രിയും മുഖ്യനും ചേർന്നിറക്കിയ ഈ ചീട്ട് വലിച്ചു കീറുകയാണ്. സണ്ണി ജോസഫ് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇല്ല, ജനങ്ങളുടെ മേലെ ഈ സർക്കാർ നികുതി ഭാരം എല്ലാ തലങ്ങളിലും അടിച്ചേൽപ്പിച്ച സർക്കാരാണ്. ജീവിത ഭാരം വർദ്ധിപ്പിച്ചു. ഭൂനികുതി കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, പെർമിറ്റ് നികുതി കൂട്ടി, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ബസ് ചാർജ് വർദ്ധിപ്പിച്ചു. അതുകൂടാതെ ക്ഷേമ പദ്ധതികളുടെ വർധനവിനായിട്ട് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും സെസ് അഡീഷണലായിട്ട് 2 രൂപ ഒരു ലിറ്ററിന് എന്ന നിലയിൽ ഡീസലിനും പെട്രോളിനും ഏർപ്പെടുത്തി. ഇത്തരത്തിലെ നികുതി വർധനവുകളുടെ ഫലമായിട്ട് പ്രതിപക്ഷം ജനങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും സമരമായിട്ടും ശക്തമായിട്ടും ഉന്നയിച്ച കാര്യങ്ങളാണ്. അതിനൊന്നും പരിഹാരമുണ്ടാക്കാൻ കോടതി ഫീസ് പോലും വർദ്ധിപ്പിച്ച ഗവൺമെന്റാണിത്. അതിന്റെ ഫലമായിട്ട് നികുതി വർധനവിന്റെയും തെറ്റായ സാമ്പത്തിക നയങ്ങളുടെയും ഫലമായിട്ടാണ് വില വർധനവുണ്ടായിട്ടുള്ളത്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പലപ്പോഴും നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നു. ചർച്ചയ്ക്ക് പോലും ഗവൺമെന്റ് വിധേയമാകേണ്ട സാഹചര്യം വന്നു. നിരവധിയായ സമരങ്ങളുണ്ടായി. അങ്ങനെ വലിയ പ്രയാസത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ പോലും പാലിക്കാൻ ഇപ്പോൾ സർക്കാർ ശ്രമിച്ചിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. ഇതൊരു പൊടിക്കൈ മാത്രമാണ്. എന്തായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് പറഞ്ഞത്? ക്ഷേമ പെൻഷൻ 2500 ആക്കുമെന്ന് പറഞ്ഞു. എത്ര കൊല്ലം കഴിഞ്ഞു? എത്ര മാസം കഴിഞ്ഞു? തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ പോലും ആ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ല. റബ്ബർ കർഷകർക്ക് കൊടുക്കുന്ന ആനുകൂല്യം 250 രൂപയാക്കും ഒരു കിലോയ്ക്കെന്ന് പറഞ്ഞു. അത് പ്രകടന പത്രികയിൽ പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. അതാവശ്യപ്പെട്ട കോട്ടയത്തെ MP ആയിരുന്ന ചാഴികാടനോട് മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ പറഞ്ഞത് അത് ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇത് എന്നാണ്. കാരണം അത് ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ 250 രൂപ പ്രഖ്യാപിച്ചവർ 200 രൂപ മാത്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും ആശാ വർക്കർമാരുടെ സമരത്തിലെ ഡിമാൻഡ് എന്താണ്? അവർക്ക് 1000 രൂപ മാത്രം കൊടുത്താൽ അവരുടെ ജീവിത ദുരിതം പരിഹരിക്കാൻ സാധിക്കുമോ? PSC ചെയർമാന് 4,10,000 രൂപ പ്രതിമാസം ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്ത PSC മെമ്പർമാർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പള വർധനവ് നൽകിയ ഗവൺമെന്റ് സാധാരണക്കാരെ ജീവിതം ദുരിതത്തിലാക്കിയിട്ടുള്ള സാധാരണക്കാരുടെ രക്ഷയ്ക്ക് പര്യാപ്തമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ആരംഭകാലത്താണ് നടപ്പിലാക്കേണ്ടത്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കേണ്ടത് ഇനീഷ്യൽ സ്റ്റേജിലാണ്, ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെയാണ്. ഇത് അവസാനം ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഈ കുതന്ത്രം എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പറഞ്ഞ കാര്യങ്ങൾ സമയത്ത് നടപ്പിലാക്കാത്തത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്തിനാണ്? നമ്മൾ റിലേയിൽ ഓടുന്നത് എങ്ങനെയാണ്? എല്ലാ ആളുകളും ഓടണ്ടേ? എല്ലാ സമയത്തും ഓടണ്ടേ? 4.5 കൊല്ലം വരെ എന്തിന് കാത്തിരുന്നു? വാഗ്ദാനം ലംഘനം നടത്തി ജനങ്ങളെ വഞ്ചിച്ചു. അതിന് ജനങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധമുണ്ട്. അത് ബാലറ്റ് പേപ്പറിലൂടെ പ്രകടിപ്പിക്കും. നിലമ്പൂരിൽ കണ്ടതാണ്. ഞങ്ങൾ ശക്തമായ സമരങ്ങൾ നടത്തിയതാണ്. ആ പശ്ചാത്തലത്തിൽ ജനങ്ങളെ ഭയന്ന്, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായ വാക്ക് തന്നെ ഉപയോഗിച്ചത്, കണ്ണിൽ പൊടിയിടാൻ അവസാനത്തെ
6 മാസം തികച്ചില്ല, അതിനിടയിൽ 2 ഇലക്ഷനാണ്. അതിനുവേണ്ടിയുള്ള ഒരു ഇലക്ഷൻ കുതന്ത്രം മാത്രമാണ്. നത്തിങ് സിൻസിയർലി ഡൺ. ഇതിൽ കൂടുതൽ കൂട്ടണം. പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കണം. കുടിശ്ശിക എത്ര കൊടുക്കാനുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ DA 17% കുടിശ്ശികളുടെടുത്താണ് 4% വർധനവ്. കുടിശ്ശിക തീർത്തു കൊടുക്കുമോ? ഇതിന് മുൻകാല പ്രാബല്യം നടപ്പിലാക്കുമോ? എൻ്റെ ലളിതമായ ഒരു ചോദ്യമാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്ഷേമ പെൻഷൻ 2500 രൂപയായി മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുമോ? റബ്ബർ സബ്സിഡി 250 രൂപയായി മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുമോ? ഐ ചലഞ്ച് ദ ഗവൺമെന്റ്. അതാണ് ചോദിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ 600 രൂപയാണ് ഉണ്ടായിരുന്നത്, അതിപ്പോ 2000 രൂപയാക്കിയല്ലോ. ഇല്ലല്ല, അല്ലല്ല, VSന്റെ കാലത്തുണ്ടായിരുന്ന നാമമാത്രമായ പെൻഷൻ ഉമ്മൻചാണ്ടിയാണ് വർദ്ധിപ്പിച്ചത് എന്ന് നിയമസഭയിൽ ഞങ്ങൾ കണക്കുകൾ സഹിതം, തോമസ് ഐസക്കിൻ്റെ മറുപടി സഹിതം ഞങ്ങൾ തെളിയിച്ച കാര്യമാണ്. അതല്ല ഇവിടുത്തെ വിഷയം. അത് വീണ്ടും ആവർത്തിക്കുന്നതിൽ കാര്യമില്ല. വാഗ്ദാന ലംഘനങ്ങളുടെ പരമ്പരയാണ് ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ന് 100 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അതാണ് ഞാൻ ചോദിച്ചത്. 2500 കൊടുക്കാമെന്ന് പറഞ്ഞ് പെട്രോളിനും ഡീസലിനും 2 രൂപ ലിറ്ററിന് സെസ് ഏർപ്പെടുത്തി ആ പൈസ ഗവൺമെൻറ്റിൽ നിന്ന് പിടിച്ചു പറിച്ച ആളുകൾ ഇപ്പോൾ 2500 എന്തുകൊണ്ട് കൊടുത്തില്ല കഴിഞ്ഞ 4.5 മാസക്കാലം? ഇപ്പോൾ എന്തുകൊണ്ട് 2500 വർദ്ധിപ്പിച്ചില്ല? ഓഫർ പറഞ്ഞാൽ പാലിക്കണ്ടേ? വാഗ്ദാനം പറഞ്ഞ് വോട്ട് മേടിച്ചാൽ നടപ്പിലാക്കണ്ടേ? അതാണ് ഞങ്ങൾ UDF വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അക്ഷരം പ്രതി പാലിച്ചിരിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. അതിന് ആത്മാർത്ഥതയോടെ സമീപനം സ്വീകരിക്കും. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് രാവിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കണം, അവസാനത്തെ ബഡ്ജറ്റിലല്ല.